അന്നൊരു ഞായറാഴ്ചയായിരുന്നു. ആമി അടുക്കളയിലാണ്. ആമി, ഇക്ക വിളിച്ചു. ഇക്ക അടുക്കളയിലേക്ക് വന്നു. ആമി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? ആമി ചോദിച്ചു. ഒരു സാധാരണ കുടുംബത്തിലെ ഒരു കുട്ടിയാണ് അസൂറ. എനിക്ക് അസൂറയെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്. ഞാൻ അസൂറയ്ക്കൊരു ജീവിതം കൊടുക്കണമെന്ന് കൊണ്ടിട്ട് തെറ്റുണ്ടോ? ഇക്കയിടയ്ക്ക് എന്നോട് ദേഷ്യം പിടിപ്പിക്കാനൊക്കെ ഇങ്ങനെ എടുക്ക് പറയാറുള്ളതാണ്. ഞാൻ പറഞ്ഞു, അതിനെന്താ ഇക്കയുടെ സന്തോഷം എന്താണവോ അത് ചെയ്തോളൂ. ഇക്ക പറഞ്ഞു, ഞാൻ മറ്റൊരു വിവാഹം ചെയ്താലും നീ എൻ്റെ കൂടെ വേണം, അതാണ് എൻ്റെ സന്തോഷം. നീ വേഗം പണികളൊക്കെ തീർത്തിട്ട് നമുക്ക് ആ കുട്ടിയെ കാണാൻ പോകണം. നീ അവളെ കാണണം, നീ സംസാരിക്കണം. ഇക്ക എന്തൊക്കെയാണ് പറയണത്? ഇതൊക്കെ കാര്യമായാണോ ഇക്ക സംസാരിക്കുന്നത്? ആമി, സത്യാണ്. ആമിക്ക് തലകറങ്ങണ പോലെ തോന്നി. ഏതൊരു ഭാര്യയ്ക്കും സ്വന്തം ഭർത്താവ് മറ്റൊരു പെണ്ണിനെ ഓർക്കണ പോലും സഹിക്കാനാവില്ല. ഇവിടെ ഇക്ക പറയുന്നത് സത്യമാണോ? ആമിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു. ആമിയുടെ കണ്ണ് നിറഞ്ഞു. ആമി, നിനക്ക് സങ്കടമായോ? എടോ, എനിക്ക് നീയും വേണം. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ലടാ. പിന്നെന്തിനാണ് നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ആമി മനസ്സിൽ എന്തോ തീരുമാനിച്ച പോലെ ഇക്കയോട് പറഞ്ഞു. ഓക്കെ ഇക്ക, ഞാൻ വരാം. മനസ്സില്ലാ മനസ്സോടെ ആമി ഇക്കയുടെ കൂടെ പോയി. മുന്നോട്ട് വെക്കുന്ന ഓരോ കാൽപാദവും പുറകോട്ട് വലിക്കുന്ന പോലെ ആമിക്ക് തോന്നി. ഓടിട്ടൊരു ചെറിയ വീടാണ് അസൂറയുടേത്. ഒന്ന് കുനിഞ്ഞു വേണം ഉമ്മറത്തേക്ക് കയറാൻ. കാവിട്ട നിലം, വീടിന് മുന്നിൽ കാൽപ്പടവുകളോട് കൂടിയ ഒരു കുളവുമുണ്ട്. ഒരു സൈഡിൽ കല്ലുകൾ ഇടിഞ്ഞു വീണിരിക്കുന്നു. പുഞ്ചിരിച്ചോ മുഖമായി അസൂറയുടെ ഉമ്മ പുറത്തേക്ക് വന്നു. ഇക്കയെ മനസ്സിലായി എന്ന് തോന്നുന്നു അവരുടെ ഭാവത്തിൽ. കയറിയിരിക്കേ, ഉമ്മ പറഞ്ഞു. കസാരയില്ലായിരുന്നു ഉമ്മറത്തേക്ക്. ആമിയും ഇക്കയും ഉമ്മറത്തെ ചെറിയ തിണ്ണയിലിരുന്നു. ചായ എടുക്കട്ടെ? ഉമ്മ ചോദിച്ചു. വേണ്ട, ആമി പറഞ്ഞു. ഉമ്മക്ക് ഞങ്ങളെ മനസ്സിലായോ? ഇക്ക ചോദിച്ചു. അസൂറ പറഞ്ഞിരുന്നു. ആമിയുടെ മനസ്സിൽ വല്ലാത്ത വിങ്ങൽ തോന്നി. എവിടെയൊക്കെ ഞാൻ ഒറ്റപ്പെട്ട ഒന്നൊരു തോന്നൽ. ഇവിടെ ആരാ ഉള്ളത്? ആമി ഉമ്മയോട് ചോദിച്ചു. ഞാനും 3 പെൺമക്കളും. ഉപ്പ നേരത്തെ ഞങ്ങളെ തനിച്ചാക്കിപ്പോയി. ഉമ്മയുടെ വാക്കുകളിൽ ഒന്നിടറി. ആ കണ്ണുനീർ പൊടിയുന്നത് ആമിക്ക് മനസ്സിലായിട്ടുണ്ട്. മൂത്തവൾ ഹാജറ. അവൾക്ക് 35 വയസ്സ് കഴിഞ്ഞു. കല്യാണം കഴിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാത്തതിൻ്റെ വിഷമം ഉമ്മയുടെ മുഖത്തുണ്ടായിരുന്നു. രണ്ടാമത്തവളാണ് അസൂറ. 27 വയസ്സായി. അവൾ +2 വരെ പഠിച്ചു. അവൾക്ക് ചെറിയൊരു ജോലിയുണ്ട്. ആകെയുള്ള ഞങ്ങളുടെ ആശ്രയം അവളാണ്. മൂന്നാമത്തവൾ തസ്ലീന. 19 വയസ്സായി. തസ്ലീനക്ക് 3 വയസ്സുള്ളപ്പോഴാണ് ഉപ്പ മരിക്കുന്നത്. ഈ സമയം ഹാജറ 2 ഗ്ലാസ് കട്ടൻ ചായയുമായി ആമിക്കും ഇക്കാക്കും നേരെ നീട്ടി. ഹാജറ അവരെ നോക്കി പുഞ്ചിരിച്ചു. വയസ്സിനേക്കാൾ പ്രായം തോന്നുമായിരുന്നു അവൾക്ക്. ഒരു പ്രൈവറ്റ് സ്കൂളിലെ പ്യൂണാണ് അസൂറ. അതേ സ്കൂളിലെ ബസ് ഡ്രൈവറാണ് ഇക്ക. സ്കൂളിൽ വെച്ചാണ് ഇക്കയും അസൂറയും പരിചയപ്പെടുന്നത്. ഉമ്മ, അസൂറ എവിടെ? ഇവിടെ ഒന്നും കണ്ടില്ലാലോ. അസൂറ എന്നെക്കുറിച്ചൊന്നും ഉമ്മയോട് പറഞ്ഞില്ലേ? ഇക്ക ചോദിച്ചു. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ആമിക്കും അസൂറയെ ഇഷ്ടമാണ്. എൻ്റെ രണ്ടാമത്തെ ഭാര്യയുമായി അസൂറ എനിക്ക് നിക്കാഹ് ചെയ്തു തരണം. ഇക്ക അത് പറഞ്ഞപ്പോഴേക്കും എൻ്റെ ഹൃദയമിടിപ്പ് കൂടി. ഇരയെ വരിഞ്ഞു മുറുക്കിയ പാമ്പിനെ പോലെ എൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നു. ശ്വാസം നിന്നു പോകുമോ എന്ന് വരെ തോന്നി. ജീവിതത്തിൽ ഇതിനേക്കാൾ വെറുക്കുന്ന വേദനയില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ ആവട്ടെ, എനിക്ക് സമ്മതമാണ്, ഉമ്മ പറഞ്ഞു. എല്ലാം കേട്ടുകൊണ്ട് അസൂറ വാതിലിനപ്പുറം നിൽപ്പുണ്ടായിരുന്നു. ഇങ്ങ് വാ മോളെ, ഉമ്മ വിളിച്ചു. ചെറുപുഞ്ചിരിയോടെ അസൂറ ഉമ്മറത്തേക്ക് വന്നു. ഇരുനിറമാണ് അസൂറക്ക്. മഞ്ഞ കളറുള്ള ഷോളിട്ടിട്ടാണ് അവളുടെ വേഷം. കാഴ്ചക്ക് കുറ്റം പറയാനൊന്നുമില്ലാത്ത സൗന്ദര്യമുണ്ട്. അവൾ എന്നെ നോക്കി. പ്രതീക്ഷയേക്കാൾ കൂടുതൽ ഭയമുണ്ടായിരുന്നു അവളുടെ കണ്ണുകൾക്ക്. ഒരിക്കലും പകരം വെക്കാൻ കഴിയാത്ത എൻ്റെ പ്രാണനെയാണ് നീ പറിച്ചെടുക്കുന്നത്. നീ ചിന്തിക്കുന്നുണ്ടോ സ്വന്തം മനസാക്ഷിക്ക് മുന്നിൽ ചെയ്യുന്നത് ശരിയാണോ എന്ന്? ഇന്നലകളിൽ എവിടെയോ കണ്ടുമുട്ടിയ ബന്ധമല്ല ഞങ്ങളുടേത്. ചോരയിൽ അടർന്ന 2 ഇതളുകൾ ആത്മാവിൻ്റെ ശ്വാസമായി എന്നിലുണർത്തിയ ബന്ധമാണ് നമ്മുടേത്. ആമിക്ക് ഒരുപാട് ചോദിക്കാനുണ്ടായിരുന്നു. എല്ലാം ഉള്ളിലൊതുക്കി അസൂറക്ക് മുന്നിൽ തോൽവിയാവാതിരിക്കാൻ വേണ്ടി മൗനം പാലിച്ചു. മൗനം ആണ് എൻ്റെ പ്രതിഷേധം എന്ന് ഇക്ക മനസ്സിലാക്കാൻ വേണ്ടി. പ്രതീക്ഷകളാൽ ഞാൻ പണിത കൊട്ടാരത്തെ ഒറ്റ ദിവസം കൊണ്ടാണ് തട്ടിമറിച്ചത്. അസൂറയുടെ വീട്ടിൽ നിന്നും ഞങ്ങൾ ഇറങ്ങി. അസൂറയുടെയും ഇക്കയുടെയും നിക്കാഹ് കഴിഞ്ഞു. അന്ന് താമസിക്കുന്നത് അസൂറയുടെ വീട്ടിലാണ്. ആമിയും കൂടെ നിൽക്കണം എന്ന ഇക്കയുടെ വാശി പിടിച്ചു. എൻ്റെ ഹൃദയത്തെ കീറി മുറിക്കുമ്പോൾ ഇക്ക അറിഞ്ഞില്ല അതിൽ പാതി ഇക്കയുടേതും കൂടിയാണെന്ന്. വികാരങ്ങൾക്ക് പ്രതികരണശേഷി നഷ്ടപ്പെട്ട പോലെ എനിക്കവിടെ നിൽക്കേണ്ടി വന്നു.
അസൂറയുടെ ബന്ധുക്കളിൽ ചിലവർ പോയിട്ടില്ല. അസൂറയുടെ വീട്ടുകാരും ബന്ധുക്കളും ഇക്കയോട് ഓരോ തമാശ പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു. ഇക്കയുടെ മടിയിൽ അസൂറയുടെ ബന്ധുവിൻ്റെ ഒരു കുഞ്ഞുണ്ട്. തമാശ പറഞ്ഞ് ചിരിക്കുന്നതിനിടയിൽ ഇക്ക കുഞ്ഞിനെ കളിപ്പിക്കുന്നുമുണ്ട്. എല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഇക്ക ഈ വീട്ടിലെ ഒരാളായി മാറിയിരിക്കുന്നു. എൻ്റെ ഹൃദയം ഒന്ന് പിടിച്ചു. ഉമ്മറത്തെ തിണ്ണയിൽ ഒരു മൂലയിൽ ഞാൻ പുറത്തേക്ക് നോക്കിയിരുന്ന് ആമയുടെ മനസ്സ് കടൽ തിരമാലകൾ പോലെ ആർത്തടിക്കുമായിരുന്നു. ഇന്നലെ വരെ എൻ്റെ സ്വന്തമെന്ന് കരുതിയ എൻ്റെ ഇക്ക ഇന്നു മുതൽ മറ്റൊരാൾക്ക് കൂടി അവകാശപ്പെട്ടിരിക്കുകയാണ്. ആമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. ചുടുകണ്ണീർ ആമയുടെ കാലിലേക്ക് ഇറ്റി വീണു. കാലിൽ പൊള്ളൽ പോലെ തോന്നി. അത്രക്കും മനസ്സിൽ അടക്കിക്കരയുകയായിരുന്നു കൊണ്ടാവാം കണ്ണുനീരിന് ഇത്ര ചൂട് കൂടിയത്. എൻ്റെ അരികിൽ നിന്നൊരു വിളി, ഇത്താ. ഞാൻ തിരിഞ്ഞു നോക്കി. ഒരു 25 വയസ്സ് തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ഞാൻ അസൂറയെ ഉമ്മയുടെ സഹോദരൻ്റെ മകനാണ്. എന്തൊക്കെയോ പ്രതീക്ഷിച്ചു ഒന്നുമില്ലാത്തതായതിൻ്റെ സങ്കടം അവൻ്റെ കണ്ണുകളിൽ നിന്ന് ഞാൻ കണ്ടു. അസൂറയെ ഇക്ക വിവാഹം കഴിക്കുന്നത് എതിർപ്പുണ്ടായിരുന്നു അവന്. എനിക്ക് തോന്നി. എൻ്റെ നിസ്സഹായ അവസ്ഥയും മുഖവും കണ്ടിട്ടായിരിക്കും അവൻ്റെ മുഖത്ത് എന്നോട് സഹതാപമുണ്ടായിരുന്നു. അവൻ എന്നോട് ചോദിച്ചു, ഇത്താക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നിത്താ? അത് കേട്ടതോടുകൂടി ഞാൻ എഴുന്നേറ്റ് പുറത്തിറങ്ങി. പുറത്ത് ഇരുട്ട് പരന്നു തുടങ്ങി. ഞാൻ കുളത്തിനടുത്തേക്ക് പോയിരുന്നു. അവനും എൻ്റെ അടുത്ത് വന്നിരുന്നു. ഇത്ത എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ അവനെ നോക്കി. അവൻ പറഞ്ഞു, ഇത്ത, അസൂറയെ എനിക്കിഷ്ടമായിരുന്നു. ആ ഇഷ്ടം അവൾക്ക് എന്നോടില്ലായിരുന്നു ഇത്ത. അത് എന്തുകൊണ്ടെന്നാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് ചോദിച്ചത് അവളോട്. ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് അവൾ പറഞ്ഞില്ലായിരുന്നു. അവൾ എന്നെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഇത്താക്ക് ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു. ആമി എണീറ്റ് 2 പടവുകൾ കൂടി ഇറങ്ങി വെള്ളത്തിനടുത്തേക്ക് നോക്കി നിന്നു. പച്ചയാൽ മൂടിക്കിടക്കുന്ന ആ വെള്ളത്തിൽ 2 പ്രണയം പറഞ്ഞിരിക്കുന്നു. ഞാൻ മനസ്സിലോർത്തു, എന്തിനു വേണ്ടി നിയലായി കൂടെയുണ്ടെന്ന് വിശ്വസിച്ചിട്ട് എന്തിനു വേണ്ടി? ഇത്ത എന്താ ആലോചിക്കുന്നേ? നിനക്കറിയാമോ, ഞാനും ഇക്കയും വഴക്കിടുമായിരുന്നു. എങ്കിലും അതിനൊരു ദിവസത്തെ ആയുസ് പോലും ഇല്ലായിരുന്നടാ. എൻ്റെ എല്ലാം ആയിരുന്നു ഇക്ക. ഇക്കക്കും അങ്ങനെ തന്നെ ആയിരുന്നു. വാക്കുകളാൽ തീർത്ത കിനാവുകൾ എത്ര ഭംഗിയായി അടർത്തി മാറ്റി ഇക്ക. ഇടക്ക് ഇക്ക എന്നോട് ചോദിക്കുമായിരുന്നു, ഞാൻ മറ്റൊരു വിവാഹം ചെയ്തോട്ടെ എന്ന്. എന്നാലും ഞാൻ പറയും, കഴിച്ചോളൂ ഇക്ക, പക്ഷേ ഞാൻ കൂടെ ഉണ്ടാവില്ല എന്ന്. അപ്പോൾ ഇക്ക പറയും, നീയും അവളും വേണം എൻ്റെ കൂടെ. നീയില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ലടാ. ഇതെല്ലാം തമാശയായിട്ടേ ഞാൻ കേട്ടിട്ടുള്ളൂ. തമാശ എന്നോണം ഞാൻ പറയും, ഞാൻ കൂടെ ഉണ്ടാവും ഇക്ക മറ്റൊരു വിവാഹം കഴിക്കുന്നത് വരെ. എൻ്റെ കാരണം കൊണ്ടാവും ഇക്ക മറ്റൊരു വിവാഹം കഴിക്കുന്നതെന്ന് ആരും പറയരുത്. ഇതെല്ലാം വീണ്ടും വീണ്ടും ഒരു കല്യാണം കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് പറയുന്നതാണെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല. എൻ്റെ ഓരോ തുള്ളി കണ്ണുനീരിനും കാലം മറുപടി പറയിപ്പിക്കും. ഞാൻ കണ്ട സ്വപ്നം ഇനി വെറും ഒരു മണൽക്കൊട്ടാരമായാണ്. ആമിക്ക് തേങ്ങലടക്കാനായില്ല. ആമിയെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാതെ അവൻ നിന്നു. ഇത്ത എങ്ങനെ സങ്കടപ്പെടലേ ഇത്ത? ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്ത ഈ വിവാഹത്തിന് നിന്നും ഇക്കയെ എതിർക്കാത്തത്? എന്തിനെതിർക്കണടാ? ഇരുണ്ട രാത്രിക്ക് കൂട്ടിയിരിക്കുമ്പോൾ നിലാവെളിച്ചം പോലെ വന്ന് പ്രതീക്ഷകളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചു. എന്നിട്ടോ കൽബിൻ്റെ ആകാശത്ത് നിന്ന് മറിഞ്ഞിരിക്കുന്നു. ഇക്ക ജീവിക്കട്ടെടാ, സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അവളുടെ ഉമ്മാക്കും സന്തോഷമായല്ലോ. അസൂറാക്കൊരു ജീവിതം കൂടി കിട്ടിയല്ലോ. എല്ലാവരും സന്തോഷിക്കട്ടെ. ഓർത്തു വെക്കാൻ ഒരുപാട് ഓർമ്മകളുണ്ട്. അത് മതി എനിക്ക്. ആമിയുടെ ചങ്കിടറി അവൻ എന്നെ സഹതാപത്തോടെ നോക്കി പടവുകൾ കയറി വന്നു. ഞാൻ അപ്പോഴേക്കും ഇരുട്ട് കൂടുതലായി പരന്നിരുന്നു. ഉമ്മറത്ത് ഇക്കയെ കാണുന്നില്ല. ഒരു പക്ഷേ ഇക്കയും അസൂറയും സന്തോഷം പങ്കുവെക്കുന്നുണ്ടായിരിക്കും. അത് കാണാനുള്ള ശക്തി ആമിക്കില്ലായിരുന്നു. എവിടെയോ പെയ്യുന്ന മഞ്ഞിനായി ഇനി കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. യാത്ര പറയാതെ എന്നേക്കുമായി ഇക്കയുടെ മനസ്സിൽ നിന്നും ജീവിതത്തിൽ നിന്നും യാത്രയായി. പ്രകൃതിക്ക് പോലും എൻ്റെ മനസ്സിൻ്റെ നീറ്റൽ അറിയാമായിരുന്നു. അത് അറിയാൻ കഴിഞ്ഞിരുന്നു എന്നെനിക്ക് തോന്നി. അത്രമേൽ ശക്തിയുണ്ടായിരുന്നു അന്നത്തെ ഇരുട്ടിന്. ഇനിയുള്ള കാലം ഞാൻ ഒറ്റക്ക് ആമി ഇരുട്ടിലേക്ക് നടന്നകുന്നു. ഇരുട്ടിൽ കൂട്ടിന് ഏകാന്തത മാത്രം. അപ്പോൾ ഇതൊരു ആമിയുടെയും ഇക്കയുടെയും ഒരു കഥയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ കഥകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കുന്നത്.